ഹലോ ഗുഡ് മോർണിംഗ്. അന്നൂസിപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ക്രിസ്മസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ആ സമയത്ത് ഞാൻ അത് കിട്ടില്ല, അതിന് ശേഷമാണ് ഇട്ടത്. കാരണം ആ സമയത്ത് എനിക്ക് കുറേ കൊളാബ് ക്രിസ്മസ് ഡ്രസ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സ്വന്തം വാങ്ങിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇത് പിന്നെ ഉപയോഗിക്കാമല്ലോ വിചാരിച്ചു. കൊളാബ് കിട്ടിയ ഡ്രസ്സൊക്കെ അവർക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എടുത്തു കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ മീൻ വാങ്ങാൻ പോവാണ്. പച്ചാളം മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ട് വരാം കേട്ടോ. മീനും അതുപോലെ തന്നെ അരിയൊന്നുമില്ല കേട്ടോ. ചോറും കറിയൊക്കെ വെക്കണമെങ്കിൽ ചേച്ചിയും ചേച്ചീൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. പോയിട്ട് നമുക്ക് അരിയൊക്കെ വാങ്ങിയിട്ട് വരാം. നമ്മുടെ പച്ചാളം മാർക്കറ്റ്, പച്ചമാങ്ങ ഉണ്ട് കേട്ടോ പച്ചാളം മാർക്കറ്റിൽ. നന്നാക്കിയ മീനുകളുണ്ട്. എനിക്ക് നന്നാക്കിയ ചെമ്മീൻ എന്താ വില? അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു കേട്ടോ. അരി, പച്ചക്കറി, കുറച്ച് മീൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചത്. കോഴിമുട്ട വാങ്ങി, രസപ്പൊടി വാങ്ങി, ചെമ്മീൻ വാങ്ങി. മിന്നു പ്രത്യേകം പറഞ്ഞായിരുന്നു അമ്മ ചെമ്മീൻ വേണം. രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നീ നന്നാക്കട്ടെ, ഞാൻ നന്നാക്കാം. ഞാൻ വേളൂരി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കേട്ടോ. അതുപോലെ മാങ്ങ ഇട്ട് തിളപ്പിക്കാൻ വെച്ചു. കുട്ടികളിലാക്കി വെച്ചു. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചക്കക്കുരു ചേച്ചിക്ക് കഴിഞ്ഞ ദിവസം ആരോ കൊടുത്തതാട്ടോ. ചക്ക അതിൻ്റെയാണ്. പിന്നെ നമുക്കിന്ന് രാവിലെ ചേമ്പ് പുഴുങ്ങിയതൊക്കെയായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ മൂത്ത കൊച്ചിന് എന്താണ് അവൾക്ക് ഇത് വേണം, എന്ത് ചെമ്മീൻ പുട്ട്. അപ്പം അതിന് കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളെ നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ ഈ വട്ടമാന്തൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. വട്ടമാന്തലും അയിലയും വാങ്ങിയിട്ടുണ്ട്. അത് വറക്കണം. അമ്മ അതിനുള്ള മസാലയൊക്കെ ആക്കുക കേട്ടോ. വേഗം ചോറ് വെക്കണം. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് എന്തൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തൃപ്തിയില്ല. എനിക്കൊരു ഇത്തിരി പിടി ചോറ് കഴിച്ചാലേ തൃപ്തിയാവും. ഇതേ ഉണ്ടല്ലോ നല്ലോണം തിളച്ച് വരുമ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്താണ്ടല്ലോ പൊള്ളിയാണ് കേട്ടോ ഈ കറി. കുക്കറിലാണ് കേട്ടോ എൻ്റെ എല്ലാ പരിപാടിയും. പരിപ്പ് വെറുതെ ഒന്ന് മുളകിടുന്നത്. ഈ മീൻ കറിക്ക് നല്ല കോമ്പിനേഷൻ ആട്ടോ പരിപ്പ് കറി. ചോറിന് വെള്ളം വെച്ച് അമ്മ ഇതേ ഫിഷ് ഫ്രൈക്ക് മസാല തേക്കുന്നത്. ഇതിൽ മസാല അരയ്ക്കുമ്പോഴല്ലോ ഇത്തിരി ഉലുവയും കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ, വെളുത്തുള്ളി, വെളിച്ചെണ്ണ പൊടിച്ച് വെച്ചാൽ നല്ല. അമ്മ ഇതിട്ടോ, വിനെഗർ ഇട്ടോ. വിനെഗർ, വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് മസാല തേക്കുന്നത്. ഇനി അരി ഇടണം. ഇത് ചേച്ചീൻ്റെ പിള്ളേർ പാത്തുവിന് കൊടുക്കുക, കയ്യിലിടാൻ വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചതാ. പാത്ത് വരും അടുത്ത ദിവസം. മറന്നുപോയി. ഇവിടെ ഫ്രിഡ്ജില്ല, ഒരു ഫ്രിഡ്ജ് വാങ്ങണം. അതെ, ഇനി അത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. ഇവിടെ മീനൊക്കെ നന്നാക്കി കിട്ടിയത് വലിയൊരു കാര്യം. വേളൂരിക്കായിരുന്നു. എനിക്ക് മീൻ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേളൂരി ചെതുമ്പലും ഉണ്ട്, കുഞ്ഞുമീനും ഉണ്ട്. ഇത് കേട്ടോ, നല്ല നമ്മുടെ മീൻ വറ്റിച്ചതായിട്ടുണ്ട്. ഇപ്പോഴേക്ക് ഞാൻ പരിപ്പ് മുളകിട്ട് ചോറ് വെച്ചു. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്ക്. മാങ്ങ കൊത്തി എരിഞ്ഞ്, ഉലുവ, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ കറിവേപ്പില, ഉലുവ ഇടണം കേട്ടോ ഒത്തിരി. എന്നിട്ട് വെള്ളം ഒഴിക്കുക, മീനിടുക. നല്ലോണം തിളച്ച് വരുമ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടും എടുക്കുക. അത്ര സോ സിമ്പിൾ, സോ ടേസ്റ്റി. ഇതേ നമ്മളെ മീനൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ചെറിയ കുഞ്ഞൊരു ബാൽക്കണി ഉണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. ഞാനും അമ്മയും കൂടി ഒരു പ്ലേറ്റ് ഇരുന്ന് തിന്നെയാണ്. ചൂട് ഭയങ്കര ചൂടാണ്. മഴക്കാലമായിട്ട് മഴ പെയ്ത ചൂട് മാറും. രാവിലത്തെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചത്തേക്ക് തിന്ന സമയം കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചോറും പരിപ്പ് മുളകിട്ടതും വേളൂരിയും സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. അമ്മ അവിടെ പിള്ളേരെ ഇരുത്തി ഭയങ്കര ഹിന്ദി പഠിപ്പിക്കലൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്രയും ബുക്കൊക്കെ എൻ്റെ ദൈവമേ, ഐ കാണ്ട്. ഞാൻ ബാക്കിയുള്ള മീനും കൂടെ വറക്കാട്ടു കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രിഡ്ജില്ലല്ലോ ഇവിടെ, അപ്പം കേടായിട്ടോ. വറക്കാട്ടോ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു, പരിപ്പൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കുഞ്ഞിക്കോതയ്ക്ക് എന്ത് വേണമെന്നോ നമുക്കുള്ളത് കേട്ടോ. സ്ട്രോ ഗ്ലാസ് കുഞ്ഞിക്കോതയ്ക്ക് ചോളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോളം പുഴുങ്ങാനിട്ട്
ചോളം വെറുതെ പോരെ ഇത്ര വെക്ക്. അവൾക്ക് എന്തൊക്കെ ഇടണടി ചോളത്തിൽ? ഉപ്പും മുളക് പൊടിയും ചെറുനാരങ്ങയും ഇട്ട ചോളം വേണം. ചോളം ഞാൻ ഇതിനകത്തൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കോഴിമുട്ട ഇട്ടിട്ടുണ്ട്. പണ്ടാണെങ്കിലും വീട്ടിൽ അംഗസംഖ്യ കൂടി കാരണം കോഴിമുട്ടയൊക്കെ നമുക്ക് അപൂർവമായിട്ടേ ഒരെണ്ണം ഫുള്ളൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ആരും കാണാതെ, എനിക്കൊരു ആരോഗ്യം കുറവാണ്, ആരും കാണാതെ അമ്മ ചോറുണ്ടാക്കുമ്പോൾ ചോറിനകത്തൊക്കെ ചോളം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോളം കൊടുക്കണ്ടേ, ചോളത്തിന് മുളക് പൊടിയൊക്കെ തയ്യാറാക്കണ്ടേ. കോഴിമുട്ട ഇട്ടിട്ടുണ്ട് ചോളം പുഴുങ്ങിയിട്ട് കൂടെ. പിന്നെ മുളക് പൊടി ഇട്ടാക്കട്ടെ കേട്ടോ. ഞങ്ങൾ ചോളം തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ആസ്വദിച്ച് ചോളം തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് മുളക് പൊടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടില്ല. പിള്ളേർ നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് ലാവിഷായിട്ടാണ് തട്ടുന്നത്. ഇതേ നമ്മുടെ അമ്മ നമുക്ക് നല്ല ചക്കര കാപ്പിയൊക്കെ കൊണ്ടു തന്നു. മിന്നു എൻ്റെ കുട്ടി കെട്ടി തന്നെയാട്ട്. എന്താ സ്റ്റൈല്! ഈ ക്യാമറക്കകത്ത് എന്നെ കുറച്ച് വെളുത്തിരിക്കുന്നല്ലോ. ബിസ്ക്കറ്റ് എടുത്തിട്ട് വാടി. ഇപ്പോൾ പരിപാടി എന്താണെന്നറിയോ, അവിടെ ചേച്ചി വാങ്ങി വെച്ച ബിസ്ക്കറ്റൊക്കെ ഇങ്ങോട്ട് എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ തിന്ന മൊണാക്കോ എടുക്കടാ സാൾട്ട് ബിസ്ക്കറ്റ്. ചെറുത് ഭയങ്കര സാധനമാണ്. ചെറുത് നമുക്ക് തരാനൊന്നും വലിയ പ്ലാനില്ല. അതിനിടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മിന്നനെ നോക്കിയത് മുഴുവൻ ചെറുപ്പത്തിൽ ഞാനാട്ടോ. അയ്യോ, കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട്, പ്രസവിച്ചപ്പോൾ തൊട്ട്. അപ്പം ചേച്ചി ന്യൂഹാൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുക, MSc സൈക്കാട്രിക് നേഴ്സിംഗ്. അപ്പോൾ ഇവള് കുഞ്ഞല്ലേ, ഞാൻ പോയാൽ നോക്കുക. അപ്പോൾ എൻ്റെ മോള് കുറച്ച് വലുതായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇവിടെ കരണ്ട് ഇങ്ങനെ ഇരുന്നു. നേരത്തെ കല്യാണം കഴിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ എൻ്റെ അമ്മേൻ്റെ അടുത്ത്? നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അതെ, പിന്നെയും പെണ്ണ് കാണാൻ കാപ്പിയായിട്ട് വന്നു കാണിച്ചു. അമ്മ കാപ്പിയൊക്കെ ആയിട്ട് വന്നുണ്ട്, വെള്ളക്കാപ്പി. ചെറുതിനോട് ബിസ്ക്കറ്റൊക്കെ എടുത്തരാൻ പറയുമ്പോൾ ഭയങ്കര മടിയാട്ടോ തരാനൊക്കെ. ഇപ്പൊ മറ്റേ ബിസ്ക്കറ്റ് അവളവിടെ തിരിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞ. ആ ബിസ്ക്കറ്റ് എന്താ മറ്റേതും വേണം കണ്ടോ, അതവിടെ തിരിച്ചു വെച്ചവള്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് ബിസ്ക്കറ്റ് ഒക്കെ കൂട്ടി കാപ്പി കുടിക്കുകയാണപ്പാ. തിരിക്കട്ടെ. താഴേക്ക് ഇരുന്നാൽ വീഴുന്ന് പേടിക്കണ്ടോ. ഉയരത്ത് പോകുമ്പോഴാണ് ആളുകൾക്ക് നമ്മൾ താഴേക്ക് ഇടാൻ തോന്നും. താഴെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതില്ല. അമ്മ എൻ്റെ മോളല്ലേ, അമ്മ എൻ്റെ മോളല്ലേ. ഞാൻ ജീവിതത്തിൽ പഠിച്ചത് കാരണം നമ്മൾ തള്ളിക്കളയും തോറും നമ്മൾ എന്ത് വേണം. അതെ, പല കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. അതെ, ഒത്തിരി ആൾക്കാർ. അതെ. അയ്യോ, ഇവിടെയൊക്കെ നിറയെ മുടിയൊക്കെയാണ്. നമ്മൾ കാപ്പുടിച്ചതിൻ്റെ അടിച്ചു വരി തുടയ്ക്കണം. നാളെ അടിച്ചു വരി തുടയ്ക്കാം. സന്ധ്യ ആയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. ചേച്ചീൻ്റെ പിള്ളേർ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് പിള്ളേരെയും കൊണ്ട് ഒന്ന് പുറത്തിറങ്ങാമെന്ന്. ചേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് ഓർത്തു. ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ എല്ലാവരും ചോദിക്കുന്നത്. ദൈവസത്യമായിട്ട് എനിക്കിതൊന്നും അറിയില്ല. എനിക്ക് ഏഞ്ചലെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുതന്നേ മോള് കൊണ്ടുതന്ന ലിപ്സ്റ്റിക് കേട്ടോ. എനിക്ക് ആദ്യം ലിപ്സ്റ്റിക് ഇടുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ചുണ്ടിങ്ങനെ കറുത്തിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഓക്കെ കൊള്ളാം. പിന്നെ ഞാൻ ഇടാൻ തുടങ്ങി. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ തേക്കാറുണ്ട്, സൺസ്ക്രീൻ തേക്കാറുണ്ട്. ചിലപ്പം ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് പൗഡർ ഇടും. പിന്നെ ഒന്ന് കണ്ണെഴുതും. കണ്ണിൻ്റെ കൺമഷി ഏതാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു പൊട്ട് വയ്ക്കും. ചിലപ്പോൾ തോന്നിയാൽ പൊട്ട് വയ്ക്കും. അങ്ങനെയാണേ. അപ്പം പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ നമുക്ക്. ചേട്ടൻ്റെ വണ്ടിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കവാറും പോകുന്നത് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ടായിരിക്കും. നോക്കാം നമുക്ക്. പോവാമ്മ. അമ്മ റെഡിയാവും കേട്ടോ. അമ്മയ്ക്കും എനിക്ക് താക്കോല് ഇവിടെ കണ്ടല്ലോ, ആ കവറിനകത്ത്. അവിടെ ഏതോ കവറിൽ കണ്ടല്ലോ. അമ്മയ്ക്കും എനിക്കുണ്ടല്ലോ. എത്ര പുറത്ത് പോയാലും മതിയാവില്ല. പുറത്ത് കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമല്ല എനിക്ക്. അതവിടെ കവറിനകത്ത്, അവിടെ ബെഡ്റൂമിനകത്ത് ഒരു കവറിനകത്ത് ഇട്ടിച്ചേക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര മറവേടിയായിട്ട്. ഇനി എന്നെ നീ ആരാന്ന് ചോദിക്കുമോ എനിക്കറിയില്ല. ഞാൻ UK പോയി വന്നോടെ നേരെ ഇങ്ങോട്ടായിരുന്നേ വന്നേ. അപ്പോൾ ഷൂ ഒക്കെ ഇവിടെ അന്ന് അഴിച്ചിട്ടതാ. സോക്സ് ഒന്നും അലക്കിയിട്ട് തന്നെയില്ല. ഇവിടെ വരൽ കുറവാണ്. എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ വരൽ. ഞങ്ങൾക്ക് ഇവിടെ ചോറും കറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. ആ കൊതുക്, ഭയങ്കര കൊതുക. ജീരകവെള്ളം, ചോറൊക്കെ ഇവിടെ കുറേ ബാക്കി ഇരിപ്പുണ്ട്. അമ്മ തൈര് നാശാവോ നാളത്തേക്ക്? ഇവിടെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഫ്രിഡ്ജ് എന്തായാലും കുഞ്ഞിതാണെങ്കിലും വാങ്ങണം. ഓക്കെ, പോവാമ്മ. അമ്മ നല്ല ടിപ്പായിട്ട്. അപ്പം അമ്മ പണ്ട് സാരി ആയിരുന്നു കേട്ടോ ഉടുത്തിരുന്നേ. അമ്മ പണ്ട് സാരി ആയിരുന്നു ഉടുത്തിരുന്നേ. പിന്നെ അമ്മ ചുരിദാറിലേക്ക് മാറിയത് എപ്പോഴാണെന്ന് അറിയാം. ഒരു പ്രാവശ്യം റെയിൽവേ സ്റ്റേഷനോ ഇവിടെ അതല്ല അമ്മ, റെയിൽവേ സ്റ്റേഷനിൽ ചക്കര സാരി ഊരിയേ.
കയറി ഇരുന്നിട്ട്? അല്ല, ചക്കര മടിയിലിരുന്ന സാരി ഊരിപ്പോയില്ലേ ഒരു ദിവസം? സാരി ഊരിപ്പോയി. അതിനുശേഷം അമ്മ ഇതാക്കി. അമ്മ ചുരിദാറിലേക്ക് കയറി. ചുരിദാർ എന്ന് പറഞ്ഞൊരു കംഫർട്ട് ഡ്രസ്സ്, അല്ലാതെ ആഡംബരം കാണിക്കാൻ വേണ്ടി. എല്ലാവരും പറയും ഓ പ്രായമായിട്ടും ചുരിദാർ എന്ന് പറയുന്നതിനോട് എനിക്ക് എടുത്തൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ചുരിദാർ എന്ന് പറയുന്നത്. ഭയങ്കര കൊതുകാട്ടോ അവിടെ. കൊതുക് എന്ന് വെച്ചാൽ കൊതുക് ചൂടൊരു ഇത്തിരി കുറവുണ്ട് അല്ലേ അമ്മ? നോക്കാം, വാ പിള്ളേരെ കൂട്ടി പോവാം. അപ്പോൾ ഞങ്ങൾ ഇതേ പോകുന്നു. ഇവിടെ പുറത്തിറങ്ങിയാൽ പിന്നെ അകത്ത് കയറിയാൽ കുടിക്കണം. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ചൂടെന്ന് വെച്ചാൽ ചൂട്. ഞാൻ നല്ലോണം മെലിഞ്ഞുണങ്ങിപ്പോയി. മുഖമാണെങ്കിലും ഇപ്പോഴും ഭക്ഷണം മുമ്പിൽ വെച്ചാൽ തൊണ്ടേ കൂടെ ഇറങ്ങാത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. വിശപ്പുണ്ട്, പക്ഷെ ഭക്ഷണം ഇറങ്ങുന്നില്ല. നമ്മൾ വിമൻസ് ഡേ ആയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് ഓർത്ത് ഹസ്തോയിൽ കയറിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമില്ല. ഇനി അടുത്ത സ്ഥലം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പോയിട്ട് പൊറോട്ടയൊക്കെ അടിച്ച് വന്നു കേട്ടോ. വിമൻസ് ഡേ ആയിട്ട് പൊറോട്ട ബീഫ്. ഇവിടുന്ന് പോയപ്പോൾ അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞെങ്കിലും അമ്മ പൊറോട്ടയിലും ബീഫിലും ഒതുക്കി. എൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ല ഒരു മിനിറ്റ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ കഴിക്കാം. എനിക്ക് അങ്ങനെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. പിള്ളേർക്കാണെങ്കിൽ അത് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഹോട്ടലിൽ കയറി. പക്ഷെ പിള്ളേർ കഴിച്ചത് എന്താ അൽഫാം. അവർ കഴിച്ചു, പക്ഷെ അവരെല്ലാം എൻജോയ് ചെയ്തു കേട്ടോ. പിള്ളേർ ആ പ്രായത്തിൽ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ തിന്നുമായിരുന്നല്ലോ അമ്മ. പക്ഷെ നമുക്കൊന്നും കിട്ടാല്ല. നമ്മൾ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തിന്ന്. പക്ഷെ ഇപ്പം ചക്കയും മാങ്ങയൊക്കെ തിന്ന സത്യം അന്ന് സുലഭമായി കിട്ടിയിരുന്ന പലതും ഇന്ന് കിട്ടുന്നില്ല. പ്യൂർ സ്നേഹം പോലും പിള്ളേർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നില്ല. എനിക്ക് പേടിയാവുക കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും മയക്കുമരുന്നിൻ്റെ ഒക്കെ അല്ലേ അങ്ങനെയൊക്കെ കഴിക്കാന്ന്. കുടിക്കുന്ന വെള്ളം എങ്ങനെ വിശ്വസിച്ച് കുടിക്കും? ഒരു ജ്യൂസിലാണെങ്കിലും അറിഞ്ഞും അറിയാതെയൊക്കെ, അറിഞ്ഞ് ചെയ്യുന്നവർ ഓക്കെ, അറിയാതെയൊക്കെ ചെയ്യാന്ന് പറയുമ്പം അതിലെത്രമാത്രം ഗൗരവമായി കാണണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടൊരു ലവ് ലെറ്റർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാപരാധം. ലവ് ലെറ്റർ പിടിച്ചു, അല്ലെ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് പിടിച്ചെഴുന്നേറ്റ് നിർത്തി അടിച്ചു. ഇതൊക്കെ തന്നെ ഭയങ്കരത. അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കക്കുറവുണ്ട് കേട്ടോ. അമ്മ രാത്രി ഒരു സമയമാകുമ്പോൾ എന്നെ വിളിക്കും, എഴുന്നേറ്റിരിക്കും. ഭയങ്കര പ്രാർത്ഥനയൊക്കെ കേട്ടോ. പോയി കിടന്ന് വേഗം ഉറങ്ങിക്കോ കേട്ടോ, മനുഷ്യനെ ഇടങ്ങാറാക്കാണ്ടേ. ആ പിന്നെന്താണ്, അപ്പം അമ്മ പോയി കിടന്നുറങ്ങാൻ പോകുന്നു. ഞാൻ ആ ഓട്ടോയ്ക്കകത്ത് ഇരുന്നിങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയമ്മ. കണ്ണിങ്ങനെ മങ്ങിപ്പോയി. ഉറക്കം വരുന്നില്ല പോലെ. ആ രാത്രി എങ്ങാനും എഴുന്നേറ്റ് വന്നിട്ടേ പറഞ്ഞത്. പിന്നെന്താ, നാളെ രാവിലെ എന്താ നമുക്ക് ഭക്ഷണം? ചോറുണ്ട്, തിളപ്പിച്ച് വറക്കാൻ ചോറുണ്ട്, മീനുണ്ട്, പരിപ്പ് കറിയുണ്ട്. അമ്മയ്ക്ക് ബോളി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കെയർ ബേക്കറി പോയപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ബോളിയും ഞാനൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതുണ്ട്. അപ്പോൾ അതേ നമ്മൾ ക്വാർട്ടേഴ്സിലെത്തി. അമ്മയെ ക്വാർട്ടേഴ്സ് തുറന്നേ. കുറേ ചെരുപ്പുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നാളെ ഫുള്ള് അടിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കിയിടണം. ഭയങ്കര കാറ്റും പൊടിയും. ഇവിടെ ഈ കുറേ മരങ്ങളുള്ളത് കൊണ്ട് ഭയങ്കര പൊടിയും ആകുന്നുണ്ട്. ലൈറ്റ് ഇട്ടേ കയറിയിട്ട്. നമുക്കിവിടെ ടി വി ഇല്ല, ഫ്രിഡ്ജില്ല. ടി വി നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാൻ ടി വി കാണുന്ന പരിപാടിയേ ഇല്ല. ഞാൻ ടി വി കാണാണ്ടായത് എപ്പോൾ തൊട്ടാന്ന് നമുക്കറിയാം. നമ്മുടെ ചെറുപ്പത്തിൽ അടുത്ത വീട്ടിലൊക്കെ പോയിരുന്ന് കണ്ടിട്ട് വീട്ടിലെത്തുമ്പോൾ നല്ല അടിയും കിട്ടും. അങ്ങനെ ഞാൻ വെറുത്തുപോയ സാധനം ടി വി. അച്ഛൻ വീട്ടിൽ നല്ല ബാലരമയൊക്കെ വരുത്തി തരും കേട്ടോ. ബാലരമയും പിന്നെന്താണ് നമ്മൾ ഡൈജസ്റ്റ്, അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഹോബീസ്. അപ്പോൾ ഇതേ അവിടെ പോയി ഫാനിടാതെ കിടന്നുറങ്ങാൻ അതൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ. പിന്നെ കൊതുക് ഇപ്പോൾ അമ്മ നമ്മൾ കൊതുകിൻ്റെ ലിക്വിഡ് വാങ്ങാൻ മറന്നുപോയില്ലേ? കൊതുകിൻ്റെ ലിക്വിഡ് വാങ്ങാൻ മറന്നുപോയില്ലേ? പിള്ളേർ വന്നപ്പോൾ പിള്ളേരുടെ കളിക്കുന്ന സാധനങ്ങൾ കേട്ടോ. അത് ഭയങ്കര ബ്രില്യൻ്റ് ആട്ടോ. രണ്ട് പിള്ളേരും നല്ല ലാംഗ്വേജും ഉണ്ട് അവർക്ക്. അവരെന്തൊക്കെയോ കളിക്കുന്ന സാധനം കേട്ടോ അത്. കണ്ടോ, അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കളിച്ചോളും. അടി ഉണ്ടാക്കലൊക്കെ കുറവാണ്, വലിങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാറില്ല. കെയർ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ. ഈ ഗാട്ടിക്ക് ചൂടുണ്ട്.
ഇതാ ചക്ക വറുത്തത് ഇത്തിരി അല്ലേ ഉള്ളതാ. ഇത്തിരി ചക്ക വറുത്തത്, ഞാനൊരു കൂടി ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് നാളത്തേക്ക്. പിന്നെ ചോറൊക്കെ കുറച്ച് ബാക്കിയുണ്ട്, അത് കഴിക്കണം. ഇന്ന് പുറത്ത് പോയി കഴിക്കണം എന്നൊന്നും വിചാരിച്ചല്ല. പിന്നെ പിള്ളേർക്ക് ഇന്നും നാളെയല്ലേ ലീവുള്ളൂ, വിളിച്ചനാണെങ്കിൽ ഇന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ പോയതാണ്. ഓക്കേ. ഈ ഗാട്ടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറിജിനൽ ഗാട്ടിയാണ്. ഇതിനകത്ത് പച്ചമുളക് ഉണ്ടാവും ഇങ്ങനെ മുരിച്ചിട്ട്, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ ബനാന കുക്കീസും അതും ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരയില ബാക്കിയുണ്ട്, ഇത്തിരി പരിപ്പ് കറി ഉണ്ട്, മീൻ വറ്റിച്ചതുണ്ട്. ഇതൊക്കെ നാളെ തിന്നും കേട്ടോ, കളയില്ല. അമ്മ ചോറിൽ വെള്ളം ഒഴിച്ചില്ലേ? ചോറിൽ വെള്ളം ഒഴിച്ചു. ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് അങ്ങനെ വെക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ഉറങ്ങാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം, വേഗം കാണാം. ഇറ്റ്സ് മീ അന ജോൺസൺ ഫ്രം ആ ന്യൂസ് പേപ്പർ. തിന്നുകൊണ്ടേയിരിക്കുന്നു. നാളൊക്കെ വീഡിയോ ഉണ്ടാവുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. എവിടെയോ? ഓ വേണ്ട, അതിനകത്ത് ഇറക്കാം. എനിക്ക് ടോയ്ലറ്റ് പ്രശ്നം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് മുള്ളണ്ടേ. ഞാൻ ഇന്നലെ രാത്രി വന്ന് നോക്കുമ്പോൾ അമ്മ ഇവിടെ ഇരിക്കുന്ന ഒരു കസേര ഇട്ടിട്ട് 2 മണിക്കൊക്കെ. എന്തെന്നാ വന്ന് കിടന്നുറങ്ങാവാ? എന്നിട്ട് കഴിക്കുക. ശരി, അതൊരു പ്രത്യേക തരം. ഓക്കെ, ഗുഡ് നൈറ്റ്.